ഓരോ യാത്രകളും സമ്മാനിക്കുന്നത് ഓരോ അനുഭവങ്ങളാണ്. യാത്ര വലുതായാലും ചെറുതായാലും. കൊച്ചിയിലെ ഒരു കൂട്ടം വനിതകൾ വളയം പിടിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. ആദ്യമായി പോയ ലോങ് ട്രിപ്പ് മുതൽ വളയം പിടിച്ച് യാത്രാവിശേഷങ്ങൾ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും അവർ പങ്കുവയ്ക്കുകയാണ്. ഒരു ഡ്രൈവറായി ജോലി ചെയ്യുമെന്നോ രാത്രിയും പകലും ഇത്രയധികം യാത്രകൾ നടത്തുമെന്നോ ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. സ്വതന്ത്രമായിട്ടും പോകാൻ പറ്റില്ലാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കാണാനും പറ്റി. എറണാകുളം കണ്ടു ഫുള്ള് ഒരുമാതിരി എന്ന് പറഞ്ഞ പോലെ കാണാൻ പറ്റി. എറണാകുളം മാത്രമല്ല, ലോങ്, കുമരകം, ഫോറിനേഴ്സിനെയും കൊണ്ട് എനിക്ക് പോകാൻ പറ്റി. വീട്ടിൽ നിന്ന് നമ്മൾ ആ ഒരു അകത്തളത്തിൽ നിന്ന് പുറത്തോട്ട് വന്നപ്പോൾ വേറെ ലോകത്തോട്ടെത്തി. ഒത്തിരി മനുഷ്യരെ കണ്ടും നമ്മൾ സംസാരിച്ചും അവരുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മളിൽ തന്നെ ഒരു മാറ്റം നമുക്ക് വന്നു തുടങ്ങി. ടൈലറിങ് യൂണിറ്റും പോകുന്നുണ്ട്. ഞാൻ നൈറ്റ് വർക്ക് ചെയ്യും, എന്നിട്ട് ഡേ ഞാൻ വീട്ടിൽ പോയി ടൈലറിങ് ചെയ്തിട്ട് അതുമായിട്ട് തിരിച്ച് പോരുന്നു. ഇവിടെ വന്ന് അതിൻ്റെ ബാക്കി ഒഴിവ് സമയങ്ങളിൽ അതും ചെയ്യുന്നുണ്ട്. ഡ്രൈവിംഗ് പരിശീലനത്തിനൊപ്പം സ്ത്രീകളുടെ സമഗ്ര വ്യക്തി വികസനം കൂടിയാണ് IBS ലക്ഷ്യമിടുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു വർഷമായി ക്യാബ്സ് ഫ്യൂച്ചർ പോയിൻ്റെ ഭാഗമായിട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. ഞാനൊരു സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഇവിടെ വന്നപ്പോഴും എനിക്കൊരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല നമുക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നോ, ഇങ്ങനെ ഒത്തിരി പേര് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുമെന്നൊരു വിശ്വാസം പൂർണ്ണമായിട്ടൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇവിടെ നല്ലൊരു ഡ്രൈവറാക്കാനുള്ള എല്ലാവിധ പരിശീലനത്തോടൊപ്പം തന്നെ നല്ലൊരു സ്വഭാവ രൂപീകരണത്തിനും കൂടിയുള്ളൊരു ക്ലാസ്സുകളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസത്തോളം ഞങ്ങൾക്ക് ഇവിടെ ഫുൾ ക്ലാസ്സുകൾ തന്നെ തന്നു. യോഗ, പിന്നെ സെൽഫ് ഡിഫെൻസ്, പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം. ഞാനൊരു സ്ത്രീ ആണെങ്കിലും ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൂടുതൽ നൈറ്റാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഈ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ചിലപ്പോൾ 2:30 1:30 ഏത് ടൈമിലാണെങ്കിലും ആ സമയത്ത് എനിക്ക് തരുന്ന വർക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ ലൈസൻസും ഇതെല്ലാം ചെയ്ത് പ്രാക്ടീസ് തന്ന് സോഫ്റ്റ് ലോഞ്ചിങ് മുതൽ ഞാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ 150ഓളം ട്രിപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. രാവും പകലും ഏത് സമയത്തും നമുക്ക് ഓട്ടം വരുന്ന ഏത് സമയത്തും വന്ന് ഓടാനായിട്ട് എല്ലാവരും വില്ലിങ് ആണ്. സ്വാഭാവികമായിട്ടും ഞാനൊരു ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അതിൽ നിന്ന് ഡ്രൈവിങ്ങിനോടുള്ള താല്പര്യം കാരണം കൊണ്ടാണ് ഇങ്ങനൊരു ആഡ് കണ്ടപ്പോൾ ഇതിലേക്ക് വരാനും പിന്നെ അതിൽ തന്നെ ഉറച്ചു നിൽക്കാനും വില്ലിങ് ആയത്. വാഹനം കണ്ടെത്തുന്നതും പരിപാലിക്കുന്നതും കമ്പനി തന്നെ. വിവിധ ജോലികൾ ചെയ്തിരുന്നവരും അല്ലാത്തതുമായ 13 സ്ത്രീകളാണ് നിലവിൽ ഫ്യൂച്ചർ ക്യാബ്സിന്റെ ഭാഗമായിട്ടുള്ളത്. എറണാകുളത്ത് ഒരു പ്രീമിയം സർവീസ് ഓഫർ ചെയ്യുന്ന ഒരു ടാക്സി സംവിധാനം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാന ഉദ്ദേശം. അപ്പം അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു ഓൾ വിമൻ ടാക്സി സർവീസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു. ഈ സ്ത്രീകൾ നാളത്തെ തലമുറയ്ക്ക് അൺകൺവെൻഷണൽ ആയിട്ടുള്ള കരിയർ പാത്സ് എടുത്തു പോകാൻ പറ്റുന്ന റോൾ മോഡൽസായി മാറുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ളൊരു ഉദ്ദേശം. കൂടുതലും ഡ്രൈവിങ്ങിലൂടെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ താല്പര്യമുള്ള സ്ത്രീകളെ, ടാലൻറ്റഡും സ്മാർട്ടുമായുള്ള സ്ത്രീകളെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം അങ്ങനെ രീതിയിലുള്ള മൊബിലൈസേഷൻ ആയിരുന്നു നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് 2 ബാച്ചായിട്ട് ട്രെയിനിങ്ങുകൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ 40ഓളം പേർക്ക് സ്കിൽ ട്രെയിനിങ് കൊടുത്തു. അപ്പോൾ ഇവരെ മൊബിലൈസ് ചെയ്തത് പല NGOകൾ വഴിയും പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വഴിയും പബ്ലിക്കായിട്ട് മൊബിലൈസ് ചെയ്ത് പോയിട്ടാണ്. തൊഴിൽ പരിശീലനത്തിനൊപ്പം ജീവിതം ആസ്വദിക്കുക കൂടിയാണ് ഈ വനിതകൾ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഫ്യൂച്ചർ പോയിന്റ് ക്യാബ്സ് IBS കമ്പനിയുടെ വളരെ മികച്ച ഒരു ആശയം, ഒരു പദ്ധതിയിലെ ശ്യാം പ്രസാദ് ഉത്തമൻ കൂടുതൽ സംസാരിക്കാൻ നമുക്കൊപ്പം ചേർന്നുണ്ട്. ശ്യാം, ശരിക്കും ഈ ഒരു പദ്ധതിയുടെ വിജയം എന്ന് പറയുന്നത് നമ്മളോട് ആ സംസാരിച്ച സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, അവരുടെ ആ ഒരു സന്തോഷമൊക്കെ പങ്കുവെക്കുമ്പോഴാണ് ഈ പദ്ധതി എത്രത്തോളം വിജയകരമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ? ഒരുപാട് നല്ലൊരു ആശയം, കൂടുതൽ പറയൂ. പ്രൊഫഷണൽ ഡ്രൈവിംഗ് മേഖലയിലേക്ക് സ്ത്രീകളുടെ കടന്നുവരവ്, അതിന് കൂടുതൽ ഊന്നൽ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് IBS സോഫ്റ്റ്വെയർ തങ്ങളുടെ CSR പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. സ്ത്രീകളെ വാഹനമോടിക്കാൻ പ്രാപ്തരാക്കി അവർക്ക് ഒരു വരുമാനം ലഭ്യമാക്കുക എന്നതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതിലൂടെ അവർ സ്വയം പര്യാപ്തരാകുന്നു. കൂടാതെ സമൂഹത്തിൽ തുല്യത എന്ന ആ കാഴ്ചപ്പാടും കൂടി നിലനിൽക്കുന്നു. കാരണം 4 വീലർ വാഹനങ്ങൾ റോഡുകളിൽ സാധാരണയായിട്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഇപ്പോഴാണ് അത്യാവശ്യം സ്ത്രീകൾ ഈ 4 വീലർ വാഹനങ്ങളൊക്കെ ആയിട്ട് റോഡുകളിലേക്ക് വരുന്നത്. മുൻപ് ഇത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇന്നിപ്പോൾ അതിനും കൂടുതൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഈ ടാക്സി അല്ലെങ്കിൽ ക്യാബ് സംവിധാനത്തിൽ അതിൻ്റെ ചുക്കാൻ പിടിക്കാൻ സ്ത്രീകൾ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ IBS ഫ്യൂച്ചർ ഇതിനോടകം തന്നെ ഏകദേശം 30ലധികം പേർക്ക് ഇങ്ങനെ ഒരു വാഹന ഓടിക്കാനുള്ള
പരിശീലനം നൽകിക്കഴിഞ്ഞു. അതിൽ നിലവിൽ വാഹനം ഓടിക്കുന്നവർ 1000-ലധികം ട്രിപ്പുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ പേരെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഏകദേശം 100-ലധികം പേർക്ക് ഈ വാഹനം ഓടിക്കാനുള്ള ആ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. IBS തന്നെയാണ് അതിൻ്റെ വാഹനത്തിൻ്റെ ഉടമകൾ. അവർ വാഹനം നൽകി ഈ സ്ത്രീകൾ ഓടിച്ച് പ്രൊഫഷണൽ രംഗത്തെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ജോലിയെടുക്കുന്ന ഒരുപാട് പേർക്ക് ഈ ക്യാബ് സംവിധാനം ഏർപ്പെടുത്തുകയാണ് ലക്ഷ്യം. കൂടുതലായിട്ടും കൊച്ചി, കാക്കനാട് മേഖലകളിലൊക്കെ IT രംഗത്തുമൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ക്യാബ് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ രാത്രിയും പകലും എന്നോണം ഇവർക്ക് ഈ വാഹനം ഓടിച്ച് അതിലൂടെ ഒരു വരുമാനം കണ്ടെത്താൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇതിലൂടെ ഒരുക്കുന്നത്. അതിലൂടെ അവർ സ്വയം പര്യാപ്തരാകുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഈ വളയം പിടിക്കാൻ അവർ സ്വപ്നം കണ്ട കാര്യമാണ്. എന്നാൽ ആ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നു എന്നതാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഈ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിയുന്നു, ഒറ്റക്ക് ഈ വാഹനവുമായി പോകാൻ കഴിയുന്നു. അങ്ങനെ അവർ കൂടുതൽ കരുത്താർജിക്കുകയാണ് സ്ത്രീകൾ. അങ്ങനെ കരുത്താർജിക്കുന്ന ആ സ്ത്രീ സമൂഹം കൊച്ചിയിൽ ഇപ്പോൾ ഒരുപറ്റം സ്ത്രീകളുണ്ട്. അവർ കൂടുതൽ പേർക്ക് പ്രചോദനം നൽകുന്നതായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംരംഭം അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ ഈ ടാക്സി മേഖലകളിലടക്കം വലിയ തോതിൽ സ്ത്രീകളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ പേർക്ക് ജോലിയും അവർക്ക് നല്ലൊരു വരുമാനവുമായി മാറും. എന്തായാലും ഇവർക്ക് ഇനി ഈ വളയം പിടിച്ച് കൂടുതൽ ദൂരങ്ങളിൽ പറക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.